ആളുകൾക്ക് നല്ല മോട്ടിവേഷൻ നൽകുന്ന സംസാരം പ്രസന്റേഷൻ വളരെ ഭംഗിയായി നടത്തുന്നില്ലേ. റെപ്രസെന്റേഷൻ ചെയ്ത് പിന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവാസിയായ ഒരു ജേർണലിസ്റ്റ്, ഒരു മാധ്യമ പ്രവർത്തകൻ ആദ്യം അവരിൽ നിന്ന് തന്നെ തുറക്കാം. കാരണം ഇത് നിങ്ങൾക്കൊക്കെ ഒരു വലിയ പാടാണ്. സിദ്ദിഖ് സാറിന് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും, ആ സിദ്ദിഖ് സാറ് സഹിച്ചാൽ മതിയാവും. ഞാൻ മൈലേജിൽ വന്നപാട് കണ്ടവരോടൊക്കെ പറയും, എന്നോട് പറയുന്നത്, എൻ്റെ ഭാര്യ പറയുന്നത് തുണിഷാപ്പിന്റെ മുന്നിൽ കുറെ പമ്പുകളുണ്ട്, നിങ്ങൾ അറിയാതെ അവരോട് പോലും പേപ്പർ ചെയ്തിട്ടോ. കാരണം മനുഷ്യനാണ് കാണുന്നവരോട് ഞാൻ പറയും. അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയും, എല്ലാവരോടും പറയും. അപ്പൊ എന്റെ നാട്ടിലെ ഒരു മഹല്ല് കമ്മിറ്റി ഭംഗിയായി നടക്കുന്നുണ്ട്. എല്ലാ സുന്നി വിഭാഗങ്ങളും ഐക്യപ്പെട്ട് നല്ല രീതിയിൽ. അപ്പൊ അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പില് ഒരു മെസ്സേജ് വന്നു. അതായത് എന്റെ നാട്ടിലെ എന്റെ കീഴിൽ ഐഡി അടിച്ച ഒരാള്, അദ്ദേഹം പിന്നെ മഹല്ല് കമ്മിറ്റിയുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നത്, മഹല്ല് കമ്മിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ കുറെ പാവങ്ങളുണ്ട്, അവരെ രക്ഷപ്പെടുത്തണം, അതിനെന്തെങ്കിലും സംവിധാനം മഹല്ല് കമ്മിറ്റി മുന്നോട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ്. അപ്പോൾ മൈലേജിൽ ഐഡി അടിച്ച നമ്മളൊരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചത്, ഞാൻ മഹല്ല് കമ്മിറ്റിയിൽ ഞാൻ ഒറ്റ ഗ്രൂപ്പിലുമില്ല, ഞാൻ മൈലേജിന്റെ ഗ്രൂപ്പല്ല, ഒരു ഗ്രൂപ്പിലുമില്ല. അപ്പൊ മഹല്ല് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നത്, എന്താ നമ്മളെ മെസ്സേജ്, നമ്മളൊരു മൈലേജിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ നമുക്ക് ധൈര്യത്തിന് അയച്ചോ, ഞാൻ അയച്ചതാണ്. അങ്ങനെ അദ്ദേഹം ചെയ്തു, ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. ഉടനെ ഒരു വിളി അദ്ദേഹത്തിന് ആരിൽ നിന്ന്, നമ്മുടെ DTC ലീവ് സിദ്ദിഖ് സാറിൽ നിന്ന്. കണ്ട ഉടായ്പ ബിസിനസ്സുമായിട്ട് മഹല്ല് കമ്മിറ്റി ലോകൽ മെസ്സേജ് അയക്കുന്നത് ഉടനെ ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ മറ്റാളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ സാർ എന്തോ ഉടായ്പ ചെയ്തിട്ട് അത് കമ്മിറ്റി ഇടാൻ പറ്റില്ല, അതെന്താ മനസ്സിലാക്കിയെന്ന് ഓരോ വല്ലാതെ ഭീഷണിപ്പെടുത്തും. കാര്യങ്ങൾ കടന്നു. ഒരു ദിവസം ഞാൻ കണ്ടിട്ട് വെറുതെ ഇത് വലിയ പാടല്ലേ, വീഡിയോ പറഞ്ഞത് കേൾക്കുന്നതിന് തന്നെ മനസ്സിലാവും. ചിലപ്പോൾ ഇന്നൊരൊറ്റ വാക്ക്, ഈ ഒരൊറ്റ ഉദാഹരണം മതി ആൾക്ക് മോട്ടിവേഷൻ ആവാം. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി, സാധാ ഇറങ്ങി, എന്തോ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ, പൊതുവിൽ ഇറങ്ങാറില്ല. ഞാൻ ഇറങ്ങിയ സമയത്ത് സിദ്ദിഖ് സാറും ഞാനും നേരിട്ട് കണ്ടു. പൊതുവില് മുന്നോട്ട് സംസാരിക്കാൻ തരാറില്ല. മുതലൊരു പ്രത്യേകത എന്താണെന്നറിയോ, എവിടെ എന്ത് തെറ്റ് കണ്ടാലും അപ്പം പ്രതികരിക്കും. ഇവർക്ക് തെറ്റാണ് തോന്നിയാൽ ഉടനെ പ്രതികരിക്കും. ആ സിസ്റ്റമാണ്. അപ്പൊ നമ്മളെ മൈലേജിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് പറയണ്ട എന്നുള്ളവർക്ക് ഞാൻ അദ്ദേഹത്തോട് ഈ ബിസിനസ് പറയാനേ പോയില്ല. കാരണം പറഞ്ഞാൽ തീക്കൊള്ളി കൊണ്ട് ചൊറിയാന്നറിയണ്ടല്ലോ, വെറുതെ ചൊറിയാൻ നിൽക്കില്ലാന്നുള്ളത് ഞാൻ മൂപ്പരോട് പറയാറില്ല. ഏറ്റുമുട്ടി നേരിട്ട് കണ്ടാലോ, ആ എന്താ ഇവിടെ, അപ്പൊ എന്നോട് ചോദിച്ചു ഞാനൊന്നുള്ള സാധനം വാങ്ങാൻ വന്നാൽ. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ അല്ല നിങ്ങളുടെ കമ്പനിയിൽ ഗ്യാസിനുള്ള വല്ല പ്രൊഡക്റ്റും ഉണ്ടോ? അപ്പൊ ചോദിച്ചാൽ മറുപടി പറയാൻ പോലെ എനിക്ക് പേടിയാണ്. കാരണം ആ മറുപടിയിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അത് കറക്റ്റ് ആയിട്ടുള്ളൂ. അതിന് ആരെയും പേടിയില്ല. അങ്ങനെ ചെയ്തു. ഞങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, ലിവറിയെന്നൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കി, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി എന്നാണ്. കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. കടി സ്ഥലത്താക്കി ഞാൻ അപ്പുറേ പോയി. വൈകുന്നേരം അങ്ങനെ വീട്ടിലേക്ക് വന്നു. നിങ്ങൾ ആ പ്രൊഡക്റ്റ് എനിക്ക് വന്നു. ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു. കുറെ റിസൾട്ടുള്ള നല്ല പ്രൊഡക്റ്റാണ്. അപ്പൊ പറഞ്ഞാൽ ആയിക്കോട്ടെ ഇവിടെ ഉണ്ട്. അപ്പോ അത് കൊടുക്കാൻ നിർത്തിനോട്ട് അതിന്റെ വില കുറച്ച് കിട്ടാൻ എന്താ മാറും. അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ട് അങ്ങാടിയിൽ നിന്ന് ഇതിന്റെ വില കുറച്ചിട്ടാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മുമ്പ് നമ്മള് എല്ലാം പഠിച്ചു വെച്ചിരുന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ എനിക്കൊരു ഐഡിയ അടിച്ചാലും കൊടുക്കും. കാരണം അവിടെ ഒക്കെ മൂപ്പരെത്തി എന്നെ ചോദ്യം ചെയ്യും. മാത്രമല്ല മൂപ്പരോട് സംസാരിക്കാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മൂപ്പർ ചെറുപ്പം മുതൽ കുട്ടിക്കാലം മുതൽ ഒരു ജേർണലിസ്റ്റാണ്. മാധ്യമപ്രവർത്തകൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ, നാട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാം. നെറ്റിലൊക്കെ യൂട്യൂബിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ട ആളാണ്. യൂട്യൂബിലൊക്കെ വളരെ ശക്തനായ ആളാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ ചെയ്തു ഈ പറഞ്ഞ സംഭവം പറഞ്ഞു. ID എടുക്കണമെന്ന് തന്നല്ലോ, എന്നാ വേണമെങ്കിൽ അടിച്ചോന്നാണ്. ഞാൻ ID അടിച്ചു കൊടുത്തില്ല, വേണമെങ്കിൽ അടിച്ചോന്നാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്റെ അടുത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ID അടിച്ചതിന്റെ ശേഷം എന്നോട് എന്റെ വൈഫിന്റെ ID അടിച്ചിരുന്നു. അപ്പൊ ഞാൻ ആയിക്കോട്ടെ, എന്റെ ഗ്രാജുവേറ്റ് പിന്നെ അന്ന് പിന്നെന്ന് പറഞ്ഞിട്ട് അടുത്തറിയാമല്ലോ. ഗ്രാജുവേറ്റ് അടിച്ചു. അങ്ങനെ ഗ്യാസിനുള്ള ഇവരുടെ ടിക്കറ്റ് കൊടുത്ത് 10 വർഷമായി നോമ്പ് നോക്കി. 10 വർഷം നോമ്പ് എന്നൊരു സംഭവം അദ്ദേഹത്തിനില്ല.
നോമ്പെടുക്കാൻ കഴിയില്ല എന്നാൽ കലാവുണ്ടാകും. അതായത് നോമ്പിന് നോക്കിയിട്ട് പിന്നീട് അത് വീട്ടിൽ സംവിധാനം ഇസ്ലാം വന്നിട്ട്, പക്ഷെ അത് മുമ്പ് കഴിയില്ല. കാരണം നോമ്പ് എടുക്കാൻ പാടില്ല, വേറെ കാളിയാൽ അപ്പോൾ പ്രയാസം. ഈ ദിവകെ കുറിച്ചപാട് നാളിലൊന്നായിട്ട് കുന്നു പൊന്തി നാശായി. അപ്പൊ എന്നോട് അങ്ങനെ വിഷയം ഞാൻ പറഞ്ഞ സാറില്ല, 2 ദിവസം അയച്ചാടി അതെന്നെ മുകളിൽ അങ്ങനെ ചെയ്തു. അതിൻ്റെ ഇറങ്ങി ഈ റിസൾട്ട് കിട്ടിയ പാട് 35,000 പിന്നെ 15 ഏതായാലും ഞാൻ പറഞ്ഞതല്ല, നല്ല സംഖ്യക്ക് സാധനം എടുത്തു ഇറങ്ങിയ ശേഷം നന്നായി പഠിച്ചു. ഇന്ന് വളരെ പെട്ടെന്ന് DTC റാങ്ക് ZTC-ലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് അറിയാം, നമ്മൾ ഒരാളെ വിലയിരുത്തണം. ഒരു കാലത്ത് മൈലേജിന്റെ എതിർത്ത സിദ്ദീഖ് സാർ ഇന്ന് ഇവിടെ നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ ചെയ്തു. വിദ്യാഭ്യാസ ഉള്ള ആളുകൾ സിദ്ദീഖ് സാറെ പോലെ നമ്മളെ ധാരാളം സ്ഥാനം പോലെ അങ്ങനെ പലരും ഉണ്ടാവും. വിദ്യാഭ്യാസമുള്ള ആളുകളിലേക്ക് നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു പണി, ഇവിടെ GTS ഉണ്ടല്ലോ, ആ GTS-ലേക്ക് അവർക്ക് പോരാ. അപ്പൊ സിദ്ദീഖ് സാറെ പോലത്തെ ധാരാളം പോലത്തെ വിദ്യാഭ്യാസമുള്ള ആളുകൾ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യും. അവരുടെ കാര്യങ്ങൾ പറയും, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. കാരണം മണി ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പല്ലേ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാം, ആളുകളോട് പറയാൻ പഠിക്കാതിരിക്കുക. സിദ്ദീഖ് സാറോട് ഞാനന്ന് പറഞ്ഞത് കൊണ്ട് പേടിച്ചിട്ടാണെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് എന്റെ ടീമിൽ ശക്തനായ ഒരു ലീഡറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ നാട്ടിൽ തന്നെ ഒരു കുത്ത് മുളപ്പിച്ച് അത് ഇപ്പൊ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ശക്തമായി ഇവിടെ ഈ ഭാഗത്ത് ടീമിനെ സെറ്റ് ചെയ്തിട്ട് ആ ടീമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ അദ്ദേഹം വളർന്നു പങ്കെടുത്തു. ഞാൻ പഠിപ്പിച്ചതല്ല, ഞാനൊന്നും പഠിപ്പിച്ചില്ല, ധാരാളം ഞാനൊന്നും പഠിപ്പിച്ചില്ല. കാരണം ഞാൻ നല്ല സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു ബ്രോക്കറെ പണിയെടുത്താണ് സംഗതി, ബ്രോക്കർമാരെ പണിയില്ല. എൻ്റെ ചെറിയുണ്ട് ഇന്ന സ്ഥലത്താണ്. അപ്പൊ ഓരോ ഫാമിലിയൊക്കെ ഒക്കും, കാണാനൊക്കെ ഒക്കും. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മള് ഒരു ബന്ധം കൊടുക്കുക. അപ്പൊ അവർ രണ്ടാളും തീരുമാനിച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബ്രോക്കർ ആവശ്യം ഉണ്ടാവുമോ. അവരെ മുന്നിൽ നിക്കാവുന്ന കല്യാണം കഴിഞ്ഞ പിന്നെ ബ്രോക്കർ കണ്ടാൽ തിരിഞ്ഞൊക്കെ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളതല്ല, ബ്രോക്കർമാരായ ലീഡേഴ്സിൽ നിന്ന് ഭംഗിയുള്ളവരായിട്ട് നമ്മളെ ടീമിലെ നമ്മളെ വൈദ്യുതി നമ്മളെ ലീഡേഴ്സ് നമ്മളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത എപ്പോഴും പറയുന്നതാണ് പുതിയ ആളുകളുണ്ടാവും എന്നൊക്കെ നോക്കിയ പോകാനാ എന്നെ ഓക്കെ. അപ്പൊ ഒരാൾ മതിയല്ലോ. അപ്പൊ ഒരു ഉസ്താദായിരുന്നു, 7,000 രൂപ ശമ്പളം ഉള്ളത് 3,500 ചുരുക്കി. 3,500 ചുരുക്കിയത് ഞാൻ എനിക്ക് ചിന്തിച്ചു, ഒരേ കിടന്നുറങ്ങിലാണ് ഏറ്റവും നല്ല 3,500 രൂപയ്ക്ക് മനസ്സ് പോകുന്നതുകൊണ്ട് കിടന്നുറങ്ങി അതിന്റെ ലാഭം എന്ന് കരുതിയിട്ട് ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട അയ്യൂബ് സാറ്, റമീസ് സാറ്, ഷാഹിദ് സാറ്, ബിജു സാറ് ഇവരൊക്കെ എന്നെ വളർത്തി. എന്നെ വളർത്തലോടൊപ്പം തന്നെ എൻ്റെ ടീമിൽ വന്ന ധാരാളം ഉസ്താദി ഇവർക്ക്, അതുപോലെ തന്നെ ഇവിടെ കുറെ ആളുകളുണ്ട്, പിന്നെ കുഞ്ഞുമലക്കാർ സാറ്, അതുപോലെ തന്നെ സുലൈമാൻ, പലരുണ്ട്, കുഞ്ഞു സാറ് പലരുണ്ട്. അപ്പൊ ഇവരൊക്കെ പോറ്റി വളർത്തിയ സമയത്ത് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് മനസ്സിലായി. അവർ ബിസിനസ് ചെയ്തത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, NTC ആയി. ഇപ്പൊ 2 കൊല്ലായി പിന്നെ സ്ഥിരമായിട്ട് പെർഫോമൻസ് കിട്ടുന്നത് NTC ബോണസ്. കഴിഞ്ഞ പ്രാവശ്യം 2ാമത്തെ ആഴ്ച തുടങ്ങിയപാട് എന്ത് ചെയ്യുന്നത്, പെർഫോമൻസ് കിട്ടിയിരുന്നത്. എന്നാലോ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരൊറ്റ ടീമിനോടും ഒരു ലീഡേഴ്സിനോടും നിങ്ങൾ കുറച്ച് സാധനം ഉണ്ടെന്ന് ഞാൻ പറയാറില്ല. ഇതുപോലെ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യും, സീലിംഗ് അടിക്കും. നമ്മൾ ധൃതിപ്പെടേണ്ടതേ ഉള്ളൂ. നമ്മൾ കാട്ടിക്കൂട്ടി സീലിംഗ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല, ഞെക്കി പുറപ്പിക്കുന്നതിനേക്കാൾ നല്ല പഴുത്ത് തിന്നുന്നതിനായിട്ട് മണ്ഡലം പറഞ്ഞാൽ ഞെക്കി പുറപ്പിക്കുന്നറിയോ, അതിന് ചെറിയ ചെറിയ പൊളിപ്പൊക്കെ പിന്നെ എല്ലാവരും പൊളിപ്പും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പഴുത്തിട്ട് തന്നെ ആ പിന്നെ സീലിംഗ് അടിക്കുന്ന ഒരവസ്ഥയിൽ ഏറെ വൈകാതെ തന്നെ നമുക്ക് ലഭിക്കും. ഈ ഒരു വലിയ സിസ്റ്റം ഇന്ന് ഭൂലോകത്ത് ഇന്ത്യയിൽ കമ്പനി, പിന്നെ ഇങ്ങനെ ഒരു കമ്പനിയെ ദൈവം നമുക്ക് തന്നു. നമ്മളത് ഏറ്റെടുത്ത് മാത്രം ചെയ്താൽ മതി. വേറൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ആത്മാർത്ഥമായി മറ്റുള്ളവരോട് പറയാൻ പഠിക്കാതിരിക്കലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു. എന്നോട് പലരും തീർച്ചയായിട്ടും എന്താ സാഹചര്യപ്പെട്ടത് നിങ്ങൾ ഇങ്ങനെ NTC റാങ്കിൽ എത്തിയത് എന്ന് ചോദിച്ച സമയത്ത് പലരോട് ഞാൻ പറയാനുണ്ടാണ്, ഞാൻ ഉറക്കത്താണെങ്കിൽ ഇത് പറയും, ആരോടാണെങ്കിലും പറയും. എന്ത് വിഷയം ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിലൊരു ദിവസം ഞാൻ സൂട്ടിന്റെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കാം. അപ്പൊ അതിന്റെ സൂട്ടൊക്കെ ഇട്ടിട്ട് അതിൻ്റെതായിട്ട് കല്യത്തുണിയാണ് വേണ്ടൊന്നും കൊടുത്തില്ല. അപ്പൊ ഞാനിങ്ങനെ സൂട്ടിന്റെ ക്ലാസ് ഏതോ ഗസ്റ്റായി പോയതാണ്. അപ്പൊ പെട്ടെന്ന് വീടിന്റെ മുന്നിൽ എന്ത് ചെയ്ത് ഒരു പോലീസ് വണ്ടി വന്ന് ഓടെ. അപ്പൊ ഞാൻ അതിലേക്ക് വന്നപാടാണ്. അപ്പൊ എനിക്ക് വെല്ലടി കൂടി പഠിച്ചപ്പോൾ പോലീസ് വിളിക്കാം എന്ന് കരുതി ഇറങ്ങി ഓടിയാണ് മുറ്റത്ത്. അപ്പൊ ഇറങ്ങി ഓടിയ സമയത്ത് എന്താ അവസ്ഥ,
അതിന്റെ ടൈറ്റ് സൂട്ടുണ്ട് പള്ളിയിൽ തന്നെ കൊടുക്കില്ല. പോലീസുകാരൊക്കെ ചിരിക്കില്ല, പള്ളിയിലുള്ളവരൊക്കെ ചിരിക്കില്ല. അപ്പൊ ചിരിക്കുന്നതൊക്കെ മനസ്സിലാകുന്നില്ല. അങ്ങനെ ചിരിച്ചാലും ചോദിച്ചാൽ എന്താ സ്ഥലങ്ങളും ചിരിക്കുന്നു. നിങ്ങളുടെ യൂണിഫോം കൊണ്ട് ചിരിച്ചാണ്. അപ്പൊ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു, പെട്ടെന്ന് വന്നതാണ്. അപ്പൊ വേറൊരാളെ അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അവര് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അവരിൽ നിന്ന് അസമയത്ത് ആ പ്ലാറ്റ്ഫോം അസമയത്ത് ആ പേസ്റ്റ് എടുത്തിട്ടുണ്ടോ വേഗം ചെയ്തു. ആ വണ്ടിയിലെ എല്ലാ പോലീസുകാർക്കും പേസ്റ്റ് എടുത്തു കൊടുത്തു, അതിന്റെ പൈസ വാങ്ങി. പക്ഷെ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് നേരം ഞാൻ റൂമിൽ ഗസ്റ്റായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്നേരം നമ്പർ വാങ്ങിയില്ല. അത് എൻ്റെ അടുത്ത് വല്ലാത്തൊരു വിഡിത്തരായിട്ട് നമ്പർ വാങ്ങിയിരുന്നെങ്കിൽ എന്ത് ചെയ്യാം, അവരെയായിട്ട് ബന്ധപ്പെടായിരുന്നു. അപ്പൊ ആരോട് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ പ്ലാൻ പറയാം നമ്മൾ തയ്യാറായാൽ വേറൊന്നും നമ്മൾ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മുടെ ടീമിലുള്ളതും NTC റാങ്കിലെത്തിയതും. ഏതായാലും നമുക്കൊക്കെ വലിയ വിജയങ്ങൾ ലഭിച്ചത് മാത്രം അവസാനിക്കുന്നു.